ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കുറച്ച് വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്താണ്. ഇത് വിഴിഞ്ഞത്താണ്. അമാം കിച്ചൺ എന്നാണ് പേര്. അപ്പൊ നമുക്ക് അമാം കിച്ചണിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് പുതിയ രുചിക്കൂട്ടുകൾ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ അമാം കിച്ചൺ. ഇവിടെയും കൂടുതലായിട്ട് മീൻ വിഭവങ്ങളാണ് വരുന്നത്. കൂടെ ചിക്കനും ചെമ്മീനും ഒക്കെ ഉണ്ട്. വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു റെസ്റ്റോറന്റ് ഉള്ളത്. ഇവിടെ കടലിൽ നിന്നും കായലിൽ നിന്നും ഒക്കെ കിട്ടുന്ന നല്ല ഫ്രഷ് മീനുകൾ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ട്. ചെമ്മീന്, കരിമീന്, ആവോലി, സിലോപ്പി, ഹമൂറ്, കട്ട്ല എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന മീനിന്റെ തൂക്കം അനുസരിച്ചിട്ടാണ് ഇവിടെ പ്രൈസ് വരുന്നത്. നല്ല രീതിയിൽ വെട്ടി ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന മീന് എല്ലാ വേസ്റ്റുകളും കളഞ്ഞിട്ടാണ് തൂക്കുന്നത്. അപ്പോൾ തൂക്കത്തിൽ നമുക്ക് ആ ഒരു ഫ്ലഷിന് ഒരു കുറവും വരുന്നില്ല. അതിനുശേഷം അവർ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പുരട്ടി ഒരു 5 to 10 മിനിറ്റ്സ് വച്ചിരുന്നതിന് ശേഷം എടുത്ത് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന മീൻ ഹമൂറാണ്. അപ്പോൾ ഹമൂർ ഓൾറെഡി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൽ കൂടി ഇവരുടെ മസാല എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മസാലയ്ക്കും സ്പെഷ്യൽ ടേസ്റ്റ് വരുമ്പോഴാണ് ആ മീനിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു രുചി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഡീപ് ഫ്രൈ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ആളെടുത്തുകൊണ്ടിരിക്കുന്നത്. സ്പോട്ടിൽ ഫ്രൈ ചെയ്ത് തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് വരുന്ന ആ ഒരു രീതിയിൽ നമുക്ക് മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നൂൽ പൊറോട്ട. സാധാരണയായിട്ട് വിഴിഞ്ഞ സൈഡിലെ റെസ്റ്റോറൻറ്റുകളിൽ നൂൽ പൊറോട്ട കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നൂൽ പൊറോട്ടയും നമുക്ക് സ്പോട്ടിലാണ് അവർ ഉണ്ടാക്കി തരുന്നത്. മാവെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് ഓർഡർ കിട്ടുന്ന അനുസരിച്ചിട്ട് അവർ ഈ പറയുന്ന രീതിയിൽ മേക്ക് ചെയ്ത് നമുക്ക് തരുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫുഡാണ് കിട്ടുന്നത്, നല്ല ചൂടോടെ. ഇവിടെ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഗ്രിൽഡ് ഫിഷ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. കുറച്ച് വെറൈറ്റി ഫുഡ് കിട്ടുന്നതും ഈവനിങ് ടൈം തന്നെയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ വിഴിഞ്ഞ സ്പെഷ്യൽ ചിക്കനും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരു വിഴിഞ്ഞത്ത് അതില്ലാത്തൊരു റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റില്ല. നല്ല എരിവുള്ള വിഴിഞ്ഞൻ ചിക്കൻ ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ മീൻമുട്ട ഫ്രൈ, ചെമ്മീൻ റോസ്റ്റ്, അങ്ങനെ ഒത്തിരി മെനു ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്, സിഗ്നേച്ചർ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഉണ്ടാക്കി പോകുന്നതല്ല. നമ്മൾ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റെസിപ്പി എന്തായാലും ചോദിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് കാണുന്നത് മീൻമുട്ടയാണ്. അതിൽ ഈ ഒരു മസാല ആണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതുപോലെ ഈ കാണുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ നമ്മുടെ ടേബിളിൽ വന്നു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഹമൂർ ഫ്രൈ, ചെമ്മീൻ റോസ്റ്റ്, നൂൽ പൊറോട്ട, പിന്നെ സുന്ദരിപ്പുട്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സുന്ദരിപ്പുട്ടൊന്നും ഞാൻ വേറൊരു റെസ്റ്റോറൻറ്റിലും കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഒരു സിഗ്നേച്ചർ ഫുഡാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ടേസ്റ്റും ഉണ്ടോ എന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. അമൂർ ഫ്രൈ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സുന്ദരിപ്പുട്ട്, കൊഞ്ച് റോസ്റ്റാണ് കേട്ടോ. കൊഞ്ച് റോസ്റ്റ് വന്നിട്ടുണ്ട്. നല്ല നൂലായിട്ടുള്ള നൂൽ പൊറോട്ട വന്നിട്ടുണ്ട്. ഫിഷൊന്ന് കഴിക്കാൻ വേണം. അടിപൊളി പീസാണ്. ഇത് വരുന്നില്ല. ഇത് നമ്മളെ ഇതൊക്കെ മസാല ഒക്കെ കൂട്ടിയിട്ട് ഇവിടുത്തെ നൂൽ പൊറോട്ട രസയാണ്. നല്ല നൈസ് നൂൽ പൊറോട്ടയാണ്. നൂൽ പൊറോട്ടയുടെ നമുക്ക് നല്ല ചെമ്മീൻ റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ചെമ്മീൻ റോസ്റ്റും നൂല് പൊറോട്ടയും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് സുന്ദരിപ്പുട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ സുന്ദരിപ്പുട്ടിൽ 4 ഫ്ലേവറാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ പുതിന ഇലയുടെ ഫ്ലേവറാണ്. രണ്ടാമത് വരുന്നത് ബീട്രൂട്ടാണ്. മൂന്നാമത് യെല്ലോ കളറിൽ ഇരിക്കുന്നത് ക്യാരറ്റിൻ്റെയാണ്. പിന്നെ നമ്മൾ സാധാരണ അരിപ്പുട്ടാണ്.
അപ്പോൾ ഈ ഒരു 4 ഫ്ലേവറാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സുന്ദരിപ്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫിഷ് ഫ്രൈയുടെ കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ഹമൂർ നോർമലി നല്ല ടേസ്റ്റ് ആണ്. അപ്പം നല്ല രീതിയിലുള്ള മസാലയും കൂടി പിടിപ്പിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഡീപ്പ് ഫ്രൈ ആണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പം ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനിൻ്റെ കൂടി അപ്പോൾ പുട്ടിൻ്റെ കൂടി ഒന്ന് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്തത് നൂൽ പൊറോട്ട ട്രൈ ചെയ്യാം. അതിൻ്റെ കൂടെ നല്ല ചെമ്മീൻ റോസ്റ്റ്, ഗ്രേവി മാത്രമാണ് ഞാൻ എടുത്തത് കേട്ടോ. നല്ല കോമ്പിനേഷനാണ് ചെമ്മീൻ റോസ്റ്റും നൂൽ പൊറോട്ടയും കൂടി. സാധാരണ നമ്മൾ കൂടുതലും ഇവിടെ വിഴിഞ്ഞ ഭാഗത്ത് കിട്ടുന്നത് ചെമ്മീൻ ഫ്രൈ ആണ്. പക്ഷെ ഇത് റോസ്റ്റ് നല്ല വെറൈറ്റി രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഗ്രേവി തന്നെ നല്ല ഫ്ലേവറാണ് പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട്. അടുത്ത് നമുക്ക് ചെമ്മീൻ ഒന്ന് ട്രൈ ചെയ്യാം. അത്യാവശ്യം നല്ല വലിയ രീതിയിലുള്ള ചെമ്മീനാണ് കേട്ടോ. അപ്പം നല്ല രീതിയിലുള്ള ഡിന്നർ കഴിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് നല്ല ഒരു വെറൈറ്റി സ്പോട്ടാണ് കേട്ടോ. ഈ നൂൽ പൊറോട്ടയുടെ കൂടെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് അസാധ്യ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാ ഡിഷും എല്ലായിടത്തും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. പക്ഷേ ഇവിടെ ഒരു ചെമ്മീൻ റോസ്റ്റ് പെർഫെക്റ്റ് ആണ്, ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റാണ്. ആ ഒരു ചെമ്മീൻ്റെ മസാല എന്ന് പറഞ്ഞാൽ ആ മസാലയുടെ കൂടെ ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോഴത്തേക്കും അസാധ്യ ഒരു കോമ്പിനേഷനാണ്. നമുക്ക് കഴിക്കാം. നല്ല പുതിനയിട്ട കട്ടൻ ചായയാണ്. എൻ്റെ പേര് നിയാസാണ്. പിന്നെ നമുക്കിപ്പം ഗ്രില്ലുണ്ട്, ഇതല്ലാതെ ഫ്രൈ ഉണ്ട്, പിന്നെ ഫിഷിൻ്റെ റോസ്റ്റുകളുണ്ടാവും, പിന്നെ തവ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ പുട്ട്, അങ്ങനെ അപ്പം, ഇതൊക്കെ ചെയ്യുന്നു. ഇപ്പം തുടങ്ങിയിട്ട് ഒരു 4 മാസമായി. ഞാൻ 10 വർഷമായിട്ട് സീ ഫുഡിൻ്റെ ഇതാണ് ചെയ്യുന്നത്. ഫാമിലിക്ക് ഞാൻ ഇവിടുത്തെ ഈ നാട്ടുകാരനാണ്. ഇവിടെ വരുന്നവർക്ക് വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം അവൈലബിൾ ആണ്. സാധാരണ നമ്മൾ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂസാണ് കൂടുതലും. അതും ഇത്രയും റഷ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടെൻഷനുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ടെൻഷൻ വേണ്ട. നല്ല പാർക്കിംഗ് സൗകര്യം ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഈ ഒരു സ്പോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെമ്മീൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു അടിപൊളി ഡിഷാണ് കേട്ടോ. ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ നൂൽ പൊറോട്ട, വിഴിഞ്ഞ സൈഡിലൊന്നും അധികം കാണാത്ത ഒരു ഡിഷാണ് നൂൽ പൊറോട്ട. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന മീനിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് അവർ എമൗണ്ട് പറയുന്നത്. അതായത് അന്നുള്ള ഡേറ്റിൻ്റെ എമൗണ്ടാണ് അവർ ഇടുന്നത്. അപ്പോൾ ഒരു ഫിക്സഡ് റേറ്റും നമുക്ക് മീനിന് പറയാൻ പറ്റില്ല. അത് ഓരോ സൈസ് അനുസരിച്ചിട്ടിരിക്കും. ബാക്കിയെല്ലാം നല്ല ഒരു ഫിക്സഡ് മെനുവിലാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വന്ന് ഒരു തവണയെങ്കിലും കഴിച്ചിട്ട് പോകാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത നല്ലൊരു സ്പോട്ടുമായിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.